ശേഷം ജോലി ചെയ്ത് ചെയ്ത് മടുത്ത്. അപ്പൊ അളിയൻ പറയുന്നത് ഈ ഇന്റർവ്യൂ കിട്ടത്തില്ല അല്ലേ? ഏറെക്കുറെ. എടാ എനിക്ക് മനസ്സിലായത് ഈ ബിടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ല, നീ ബിടെക് അല്ലേ എംടെക് അല്ലേ, എംടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നിനക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എന്റെ അവസ്ഥ? എടാ എനിക്കറിയാൻ പാടില്ല, ഇതെന്തോ 30ാമത്തെ ഇന്റർവ്യൂ കണ്ട അറ്റൻഡ് ചെയ്യണേ. എടാ ഞാൻ അതിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞാ നീ തമാശക്ക് എടുക്കുന്നത്. നമ്മുടെ ഇതിൽ അടുത്ത പരിപാടി പിടിക്കും. കൂൾ മാൻ. കിട്ടിയാ മതിയായിരുന്നു. അല്ല നീ എങ്ങനെ വീട്ടിൽ പോകുമ്പോഴാ? ബസ്സിനാ? ഒരു കാര്യം ചെയ്യും, ഈ പെട്ടിയും പിടിച്ച് പുറകെ ഇരിക്കാമെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടോ? വലിയ സൗകര്യമൊന്നും അളിന് ബുദ്ധിമുട്ടാവോ? എന്നാ വെള്ളം കുടിച്ച് ചെല്ല്. അല്ല ഇതിന്റെ പൈസ ഞാൻ കൊടുക്കാം. വെള്ളം കുടിക്കാൻ കുഴപ്പമില്ലല്ലോ. ശേഷം ജോലി ചെയ്ത് ചെയ്ത് മടുത്ത്. വീട്ടിലെ പണയും ചെയ്യണം, വെളിയിലും ജോലിക്ക് പോകണം. എന്റെ പൊന്നമ്മ കുറച്ച് സൗകര്യം എന്താ? സൗകര്യം തരാനെന്ന് പറഞ്ഞാൽ നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത്? വീട്ടിലോട്ട് വന്നെ കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ. ഇവിടെ അതില്ലേ? നീ മാത്രമല്ല, നിനക്ക് ആ പെങ്കൊച്ചൂടെ ഉണ്ടാ. അതിന്റെ കാര്യം എനിക്ക് നോക്കണ്ടേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, കിട്ടാത്തോണ്ടല്ലേ. ഇത് ഇന്ന് പഠിച്ച നാളെ കിട്ടുന്നല്ല PSC. 2 വർഷമായില്ല പിന്നെ പറയാൻ നടക്കണേ. ഇത് മനസ്സിലാക്കാത്ത മനസ്സമാധാനം തോന്നിട്ടുണ്ട്. അമ്മ ഞാൻ PSC വന്ന് കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടല്ലേ? അമ്മ എന്താ മനസ്സിലാക്കാത്ത തന്നെ? ഇട എത്ര പേരാണ്ട PSC പഠിച്ചത് വെറുതെ നടക്കണ ഒരു ജോലി ഇല്ലാതാ. നീ ഇല്ലാതെ ആ അടുത്ത വീട്ടില് അവൻ എത്ര നാളായെന്നറിയാവാ PSC പഠിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വരാം അങ്ങോട്ട്. ശരി ശരി. എടാ ഇത് കഴിച്ചിട്ട് പോടാ. ഇത് നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താടാ കാണണോന്ന് പറഞ്ഞ? എന്ത് പറ്റി? വികാസ് അവിടെ സാറ് വിളിക്കണം. വികാസ്, ഇപ്പോൾ നമുക്ക് ബിടെക് ഗ്രാജുവേഷൻ മാത്രമേ നമ്മളിപ്പോൾ വേക്കൻസി കൊടുക്കുന്നുള്ളൂ. ഓ, ഈ ഇന്റർവ്യൂ കിട്ടില്ലല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് പിടിക്കാന്നേ. നിനക്ക് എന്തായാലും MTech ഒക്കെ ഉണ്ട്, എന്തായാലും ജോലി കിട്ടും. നീ കൂളായിട്ടിരിക്കും. നോക്കടാ പോരാ കോളെടുത്തു. ചേച്ചി 2 നാരങ്ങ. ഹലോ ഹലോ ഡാ, ഇന്റർവ്യൂ എന്തായി? ഓ ഇതും കിട്ടിയില്ലല്ലേ? എടാ ഇത്രയും നാൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു നിന്നത്. ഞാൻ എഫേർട്ട് ഇടാഞ്ഞിട്ടല്ലല്ലോ. പക്ഷെ ഇനി അത് പറ്റുമെന്ന് തോന്നണില്ല. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അച്ഛൻ പറയണ അനുസരിക്കേണ്ടി വരും. ശരി എന്നാ. ഹലോ എടാ എന്തുപറ്റടാ? ഒന്നുമില്ല. നീ എന്തിനാ കരയുന്നേ? പോട്ടാ. എടാ നീ എവിടെ നിൽക്കി, ഞാൻ നിന്നെ വീട്ടിലോട്ടാക്കാം.